സ്നേഹതീരത്ത് രാത്രിയാകുമ്പോൾ ശാരദയും രാധമ്മയും നിളമോളും കൂടിയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഗംഗയും കാവേരി യമുനയും കൂടിയിട്ട് അവർക്കുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ഇങ്ങനെ ശാരദയാണെങ്കിൽ ഭക്ഷണം എടുത്ത് വായിലോട്ട് വയ്ക്കുന്ന സമയത്ത് അരവിന്ദൻ്റെ പഴയ ഓർമ്മകളൊക്കെ വരികയാണ് കേട്ടോ. അരവിന്ദൻ പണ്ട് ശാരദയ്ക്ക് ഭക്ഷണം വാരി കൊടുത്തതൊക്കെ ഓർക്കുകയാണ്. അങ്ങനെ ശാരദയ്ക്കാണെങ്കിൽ വിഷമം കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. നിളമോൾക്കും അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. ചമ്മന്തി വിളമ്പുമ്പോൾ നിളമോൾ പറയുന്നുണ്ട്, ഇത് അച്ഛന് ഇഷ്ടപ്പെട്ട ചമ്മന്തി ആയിരുന്നില്ലേ? അപ്പോൾ കാവേരി പറയണേ, എന്തുവാടി ഇത്, അച്ഛൻ മുമ്പ് നമ്മളുടെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ, അപ്പോഴൊക്കെ നമ്മൾ സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? അപ്പോൾ നിളമോൾ പറയണേ, എന്നാലും അച്ഛൻ ഈ സമയമാകുമ്പോൾ വിളിക്കുമായിരുന്നു. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഫോൺ കോൾ അടിക്കാൻ കേട്ടോ. അങ്ങനെ നിളമോളാണെങ്കിൽ സന്തോഷത്തോടെ പോയി എടുക്കുകയാണ്. കാൾ എടുക്കുമ്പോൾ വിനീതായിരിക്കും. അപ്പോൾ നിളമോൾ എല്ലാവരോടും പറയുന്നുണ്ട് വിനീതേട്ടനാന്ന് പറഞ്ഞിട്ട് വിനീതനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വിനീതനോട് സംസാരിക്കുമ്പോൾ നിളമോളുടെ സങ്കടമൊക്കെ മാറുകയാണ്. അങ്ങനെ നിളമോളാണെങ്കിൽ സന്തോഷത്തോടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണം, എന്ത് നല്ല പയ്യനായിരുന്നു, അവനെയാണ് വേണ്ടെന്ന് വെച്ച് കളഞ്ഞത്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ, പഴയ കാര്യങ്ങളല്ലേ? അപ്പോൾ ശാരദയോട് രാധമ്മ പറയണം, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിനീതിൻ്റെയും ഗംഗയുടെയും കല്യാണം നടത്താം, വൈകി പോയിട്ടില്ല. അപ്പോൾ കാവേരി പറയണം, ബെസ്റ്റ്, വിനീതേട്ടൻ നല്ലത് തന്നെയാണ്, പക്ഷേ അവിടെ വേറൊരാളുണ്ടല്ലോ, സുജാത അമ്മായി, ചേച്ചിയെ കെട്ടിച്ച് വിട്ടേനല്ലേ, ചേച്ചിയുടെ പല്ലും നഖവും പോലും അവർ ബാക്കി വയ്ക്കത്തില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ രാധമ്മ ചോദിക്കുന്നുണ്ട്, സുജാത ഇനി എത്ര കാലം ജീവിക്കാനടി? അപ്പോൾ കാവേരി പറയാണ്, രാധമ്മയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായി? രാധമ്മ ഇനിയും ഒരു 20 കൊല്ലം കൂടി ജീവിക്കത്തില്ലേ? അപ്പോൾ സുജാത അമ്മായിക്ക് ഇനിയും 40 വർഷം ബാക്കിയുണ്ട്. അത്രയും കാലം എൻ്റെ ചേച്ചി അവിടെ ജീവിക്കണ്ടേ? അപ്പോൾ ഗംഗ പറയണം, അതേക്കുറിച്ച് ഇനി ആരും പറയണ്ട, എനിക്കിപ്പോൾ കല്യാണത്തെക്കുറിച്ചൊന്നും ഒരു ആഗ്രഹവും ഇല്ല. ഞാൻ തച്ച് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഇപ്പോൾ കുടുംബം നടന്നു പോകുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വരുമാനത്തിൽ അമ്മായിമ്മ കൈയിടാൻ തുടങ്ങിയല്ലേ, ഇവിടെ എല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരും എന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമാകുന്നുണ്ടാവും. നേരത്തെ കാവേരി പറയണം, ചേച്ചി എനിക്കറിയാം, പഠിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകാൻ നിൽക്കുന്നത് ശരിയല്ല. ഇവിടെ എന്നേക്കാൾ ആൾക്കാരെ അറിയാവുന്നത് ഗംഗേച്ചിക്കല്ലേ. ഗംഗേച്ചി ആരോടെങ്കിലും പറഞ്ഞ് എനിക്കൊരു ജോലി ശരിയാക്കി താ, ഞാനും കൂടി ജോലിക്ക് പോയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോൾ ഗംഗ പറയണേടി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല, എൻ്റെ ഒരു സങ്കടം പറഞ്ഞതാ. അന്നേരം കാവേരി പറയുന്നുണ്ട്, എനിക്കറിയാം ചേച്ചി, മനസ്സിലായി, പക്ഷേ എനിക്കും ഒരു ജോലി അത്യാവശ്യമാണ്. പുഷ്പവാടി തന്നെ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഈ നാട് വിട്ട് പോവേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കാവേരി ആണെങ്കിൽ മുറിയിലേക്ക് കയറി പോവാണേ. ഇത് കഴിഞ്ഞിട്ട് ടീ കപ്പ് റിസോർട്ട് കാണിക്കാൻ കേട്ടോ. അവിടെ രാജേശ്വരി ആണെങ്കിൽ ക്ലയൻറ്റിനെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജയപാലൻ വരുന്നുണ്ട് കേട്ടോ. ജയപാലനാണെങ്കിൽ വീണ്ടും വന്ന് രാജേശ്വരിയോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ രാജേശ്വരിക്കാണെങ്കിൽ ആദ്യം വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. എന്നാലും ജയപാലനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് രാജേശ്വരിയുടെ പിണക്കമൊക്കെ മാറ്റിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജയപാലൻ പറയുന്നുണ്ട്, രാഗിണിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് പുഷ്പവാടിയിലേക്ക് തന്നെ വരിക, അവൾക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ ശരിയായി കഴിഞ്ഞാൽ അവൾ ഈ നാട്ടിൽ തന്നെ നിന്നോളൂ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ജയപാലനാണെങ്കിൽ പിന്നെ കൊണ്ട് രാഗിണിയെ കെട്ടിച്ചാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രാജേശ്വരി ആണെങ്കിൽ പറയുന്നുണ്ട്, രാഗിണിയെ കൊണ്ടുപോ, നിവിൻ അതിനെ രാഗിണിയെ അങ്ങനെയൊന്നും കണ്ടു കാണത്തില്ല. അപ്പോൾ ജയപാലൻ പറയണേ, ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഓരോരുത്തർ ഇഷ്ടപ്പെടുത്തി തുടങ്ങുന്നത്, നീ ഒന്ന് നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് എനിക്കൊരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണേ. ഇത് കഴിഞ്ഞിട്ട് വിനീതിൻ്റെ കട കാണിക്കാൻ കേട്ടോ. വിനീതിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഗംഗ വരുന്നുണ്ട്. എന്നിട്ട് ഗംഗയാണെങ്കിൽ വിനീതിനോട് കാവേരിക്ക് വേണ്ടിയിട്ട് ഒരു ജോലി ശരിയാക്കി കൊടുക്കാമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിനീതാണെങ്കിൽ ആദ്യം വലിയ ഉറപ്പൊന്നും പറയുന്നില്ല, കാവേരിക്ക് നല്ല പഠിത്തമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, അവളുടെ പഠിത്തമൊന്നും നോക്കണ്ട, എന്തെങ്കിലും ഒരു ചെറിയ ജോലി അതിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് അത്യാവശ്യമാണെന്ന് പറയണം കേട്ടോ. അപ്പം വിനീതാണെങ്കിൽ നോക്കട്ടെ എന്ന് പറയണം. ഇത് കഴിഞ്ഞിട്ട് വിനീതാണെങ്കിൽ നിവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. നിവിനാണെങ്കിൽ രാജേശ്വരിയുടെ വഴക്ക് കേട്ട് നിൽക്കുമായിരിക്കും റിസോർട്ടിൽ. നിവിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് രാജേശ്വരി ആണെങ്കിൽ നിവിനെ പിടിച്ച് റിസപ്ഷനിസ്റ്റിൻ്റെ പണി ഏൽപ്പിക്കാൻ കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ ഊരിപ്പോകാൻ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും വിനീത് വിളിക്കുന്നത്. അങ്ങനെ കാള് വന്നതും നിവിനാണെങ്കിൽ മൊബൈൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ. അപ്പോൾ കാര്യം തിരക്കുമ്പോൾ വിനീതാണെങ്കിൽ കാവേരിക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കാമോ എന്ന് ചോദിക്കണം. അങ്ങനെ നിവിനും, എനിക്ക് അതിന് മാത്രമുള്ള ആൾക്കാരെയൊന്നും പരിചയമില്ലെന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ രാജേശ്വരി നിവിനെ വിളിക്കുന്നു കേട്ടോ. എടാ വന്നിരുന്ന് ഇവിടുത്തെ ജോലി നോക്കണമെന്ന് പറയണം കേട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോഴാണെങ്കിൽ നിവിനൊരു ഐഡിയ തോന്നുകയാണ്, എന്നാൽ പിന്നെ റിസപ്ഷനിസ്റ്റിൻ്റെ ജോലിയിലോട്ട് കാവേരി എടുത്താലോ എന്ന് തോന്നിയിട്ട് നിവിനാണെങ്കിൽ വിനീതിനോട് പറയണം, ജോലിയല്ലേ എടാ, ഞാൻ സെറ്റാക്കി തരാം, നീ നാളെ കാവേരിയും കൂട്ടി വന്നേക്കെന്ന് പറയാണ് കേട്ടോ.